ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചെറിയൊരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്നൊരു മൈസൂർ ദാൽ എന്ന് പറയുന്നൊരു പരിപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ. ചുവന്ന കളറിലാണ് പരിപ്പ് വരുന്നത്. അപ്പോൾ ആ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയൊരു തോരൻ പോലെ കട്ടിയായിട്ടുള്ളൊരു കറിയാണ് വയ്ക്കാൻ പോണേ കേട്ടോ. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന സിമ്പിൾ പരിപ്പ് കറിയാണ്. രാവിലെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാവുന്ന കുഞ്ഞൊരു കറിയാണ്. അപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഇങ്ങനെ ചെറിയ തോരനുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെക്കാൻ കേട്ടോ. ഒരു വിസിലും മതി. ഇതിന് നന്നായി വേവുള്ള പരിപ്പാണ്. നമുക്ക് ഒരു വിസിലും കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു തുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഭയങ്കരമായിട്ട് വെന്തുടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏത് പയറുവർഗ്ഗത്തിലും അങ്ങനത്തെ കുറച്ച് തുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മളതിന് ശേഷം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എടുത്ത് തൊലി കളഞ്ഞ് വെച്ച് നാളികേരം ചെരുകായിരുന്നു. ആ സമയത്തിൻ്റെ നമ്മൾ പൊന്നൂസ് ഓടി വന്നേക്കണം. അപ്പോൾ നാളികേരത്തിൻ്റെ ചിരട്ട കൊടുത്തപ്പോൾ അതും കൊണ്ട് പോയിട്ടാണ്. പിന്നെ നമ്മൾ ചുവന്നുള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ട് വഴറ്റാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റി നമ്മൾ സാധാരണ എല്ലാ ഉപ്പേരിക്കും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല, എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് വഴറ്റി അങ്ങനെ നമ്മൾ കുക്കറൊന്ന് ജസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വൈകിപ്പോയി. ഒരു വിസിൽ കഴിഞ്ഞ് കുറച്ചും കൂടി ഞാൻ പുറത്ത് എന്തോ കാര്യത്തിന് പോയപ്പോൾ വന്നു. അപ്പോൾ അതുതന്നെ ചെറുതായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടു, ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ അതിലിട്ടുണ്ടായിരുന്നു. മുളക് പൊടി ഇട്ട് നന്നായി മൂക്കണ വരെ നന്നായി വഴറ്റണം. ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണം. അതിനുശേഷം നമ്മൾ നാളികേരമാണ് കേട്ടോ ഇടുന്നത്. നാളികേരം ഇട്ടിട്ട് പിന്നെ പരിപ്പ് വേവിച്ച് വെച്ചത് അതിലേക്ക് തട്ടാണ് ചെയ്തത്. അപ്പോൾ പരിപ്പ് വിസിൽ ഒന്ന് കൂടിപ്പോയി. അപ്പോൾ അത് കാരണം കുറച്ചൊന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു വിസിൽ മതി. അപ്പോൾ ഇത്തിരി വിട്ട് നിൽക്കും. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ എനിക്ക് അത് ശരിയായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് വെന്തുടഞ്ഞു. അങ്ങനെ നമ്മൾ പരിപ്പും കൂടി ഇട്ടിട്ട് കറി ഇളക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപ്പ് തോരനാണ് ഇന്നത്തെ കറി. മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു. ടാറ്റാ, ബൈ.